ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നു? ഞാന് സിദ്ദിഖ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വന്ന് പറയുമ്പോ ഞാനൊരു സോഷ്യൽ വർക്കില് താല്പര്യമുള്ളൊരു എന്റെ പ്രവർത്തികൾ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ തിരിച്ചു കിട്ടും സാമ്പത്തിക നേട്ടം മാത്രം ഞാൻ മുന്നിൽ നോക്കാറില്ല. സാമ്പത്തികം ഇറക്കി അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് എന്റെ ബിസിനസ്സിൽ മാത്രമേ. ഇത് ഞാൻ ഒരു കലയായിട്ടാണ്. അപ്പൊ ഈ കലാപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടണമെന്നില്ല. നമ്മൾ മറ്റുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി ഒരു നന്മ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നുമ്പോൾ അത് ചെയ്യുമ്പോൾ അതിന് തിരിച്ചെന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ എനിക്കത് മനസ്സിലായി. അപ്പോ അത്തരത്തില് ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവരും സിനിമയിൽ പണം മുടക്കി പണം കൊയ്യുക എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് സിനിമ പിടിക്കുന്നത്. എനിക്ക് അങ്ങനെ വലിയ മോഹങ്ങളൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആശയങ്ങള് ഇദ്ദേഹം കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ എന്നോടൊത്ത് പോകുന്ന എന്റെ സമൂഹത്തിന് അല്ലെങ്കിൽ എന്റെ നാട്ടുകാർക്ക് എന്റെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഒരു നന്മയുണ്ടാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനിത് ഏറ്റെടുത്തു. ഇതിൽ സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചിട്ടില്ല, അന്നും ഇന്നും എന്നും. അങ്ങനെയാണ് ഞാൻ ഈ പ്രവർത്തനം കൊണ്ടുവരുന്നത്. ഞങ്ങൾ ഇനിയൊരു പ്രൊജക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് സാമ്പത്തിക ലാഭം ഉദ്ദേശിച്ചത് തന്നെയാണ്. അത് ഞങ്ങൾ ഒരു ടീം വർക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ സിദ്ദിഖായിട്ട് നമ്മൾ പല ഫോർമുലകളും പല ഐഡിയാസും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാലും ഞങ്ങളിപ്പോ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയാലോ, എല്ലാം ഭയങ്കര വിപ്ലവരായിട്ട് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മള് ഇതിൽ സ്ഥിരാംഗത്വമായി, അതുപോലെ ചാമ്പറിൽ സ്ഥിരാംഗത്വം, അങ്ങനെ എല്ലാ ഇതിലും നമ്മൾ എത്തിക്കഴിഞ്ഞു. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ പഠനകാലത്തൊന്നും എനിക്ക് ഇങ്ങനെ നടക്കാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നടക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അപ്പൊ ഇപ്പൊ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ അഭിനയിക്കാനും കൂടുതൽ ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ സിദ്ദിഖ് പറഞ്ഞു 25% ഓക്കെ, നെക്സ്റ്റ് 30% ഓക്കെ. അങ്ങനെ പറഞ്ഞ മോട്ടിവേഷൻ തന്ന് എന്നെ എന്റെ മുഖം വെള്ളിത്തിരയില് ഒരുമാതിരി കാഴ്ച കൂട്ടിയിട്ടുണ്ട്. ഇനി പടം ഇറങ്ങുമ്പോൾ നിങ്ങളത് നോക്കുക, വിലയിരുത്തുക. നല്ലതായാലും പൊട്ടയായാലും ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഈ ഇതിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഞങ്ങളുടെ അടുത്ത പ്രൊജക്റ്റില് ഞങ്ങളത് തിരുത്താനും തയ്യാറാണ്, ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ കാലഘട്ടത്തിൽ ഒരു സംഭവമാണ് ഇസ്ലാം. അത് ഇങ്ങനെയാണ് ഈ ടീമിലേക്ക് കാസ്റ്റ് വരാനായിട്ട് പ്രത്യേക ഈ സമയം, അതായത് ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ ഒരു കേരളത്തില് നമ്മുടെ സാമൂഹ്യ പാശ്ചാത്യത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ കാണുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളുടെ നാട്ടില് സാമൂഹ്യ പരിഷ്കർത്താക്കളായി വന്നിരുന്ന ശ്രീനാരായണ ഗുരുവായൂരും സഹോദരൻ അയ്യപ്പനാണെങ്കിലും അയ്യങ്കാളിയൊക്കെ ആണെങ്കിലും അവര് ഒരു സാമൂഹ്യ പശ്ചാത്തലത്തില് അത് ഉഴുതുമറിഞ്ഞൊരു മണ്ണുണ്ട്. നടക്കാതെ പോയൊരു വിപ്ലവമുണ്ട്. ഈ ജാതീയതയുടെ ഒക്കെ പേരിലോട്ട് വിപ്ലവം, ഒരു സാംസ്കാരികമായ വിപ്ലവം നടന്നില്ലേ. അതുകൊണ്ട് ഈ ജാതി ഇവിടെ പ്രവർത്തിക്കുന്നത് അത് ശക്തമായിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ആളുകളുടെ മനസ്സിലാണ് ജാതി ഉള്ളത്. ആരും ഇവിടെ ജാതി ചോദിക്കാറില്ല. ആളുകളുടെ എല്ലാവരും മനസ്സിൽ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു അന്യായമാണ് ഈ ജാതി വ്യവസ്ഥ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജി പറഞ്ഞു അൺടച്ചബിലിറ്റി ഈസ് എ ക്രൈം അഗൈൻസ്റ്റ് ഗോഡ് ആൻഡ് മാൻ. അതായത് അസ്പൃശ്യത, അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. ഈ ശ്രീനാരായണഗുരുവായാലും നമ്മുടെ തൊട്ടടുത്ത താമസിക്കുന്ന ചെറായിലുണ്ടായിരുന്ന സഹോദരൻ അയ്യപ്പനാണെങ്കിലും അയ്യങ്കാളി, മറ്റേ ബാബാ സാഹിബ് അംബേദ്കർ. ഞാൻ ഈ സിനിമയ്ക്ക് പ്രമേയമായി കഥാപാത്രത്തെ ഞാൻ രൂപപ്പെടുത്തിയത് അംബേദ്കർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ്. അപ്പൊ അദ്ദേഹമൊക്കെ ആ സൊസൈറ്റിയില് ഇത്രയും വലിയ വിദ്യാഭ്യാസം നേടിയിട്ടും അനുഭവിച്ച ഒരു വല്ലാത്ത പ്രതിസന്ധി ഉണ്ട്. ഇത് സത്യത്തില് രോഹിത് വെമുല, നിങ്ങൾക്കറിയാം, രോഹിത് വെമുല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ തോന്നുന്നു. കാരണം അത് ഈ ജാതി വ്യവസ്ഥ അതിനെ കുറിച്ച് തിരിച്ചറിയുന്ന മനുഷ്യന്മാർക്ക് മാത്രമേ പ്രശ്നം വരുള്ളൂ. അല്ലാതെ ഇപ്പൊ സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരനായിട്ട് ഉള്ളത് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗം എന്ന് പറയപ്പെടുന്ന അങ്ങനെ ഒരു വിഭാഗമില്ല ലോകത്തെവിടെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ചിന്ത പോകില്ല. പക്ഷെ വിദ്യാഭ്യാസവും അവരുടെ കുറച്ച് ചിന്താശേഷിയുള്ള ആൾക്കാരെ അനുഭവിക്കുന്ന വലിയ വിഷയമുള്ളത്. അപ്പൊ അത് ശരിക്കും ഇപ്പോഴും അഡ്രസ് ചെയ്യാതെ പോവുകയും
അത് ഇപ്പോഴും അത് സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ 100 വർഷം മുമ്പ് നാരായണ ഗുരുവും അല്ലെങ്കിൽ അയ്യങ്കാളിയും സഹോദര അയ്യപ്പനും അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചനും അങ്ങനെ ഒരുപാട് സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ ചെയ്തു വെച്ച പ്രവർത്തികളിൽ നിന്നും എത്രത്തോളം നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് പറയാൻ കാരണം, ഗുരുവായൂർ അമ്പലത്തില് ഒരു പാചകക്കാരനെ ക്ഷണിക്കുമ്പോൾ എന്റെ അഭിപ്രായത്തില് പാചക കലയിൽ ബിരുദം നേടിയ 10 വർഷം പ്രവൃത്തി പരിചയമുള്ള ഒരാളെ വിളിക്കുന്നതിന് പകരം ഒരു മലയാള ബ്രാഹ്മണൻ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു. അപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നു എന്നുള്ള പിക്ചർ അതിലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നമ്മുടെ സൊസൈറ്റിയിലെ ചിന്തകളാണ് ഈ നിഴൽ വ്യാപാരികൾ. ഇവരെ നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവര് നിഴൽ വ്യാപാരികൾ എന്നുള്ള പേര് നമുക്ക് കൊടുക്കുന്നത്. ഈ വ്യവസ്ഥയെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് അവർ നിഴൽ വ്യാപാരികൾ എന്നുള്ള രീതിയിൽ നമ്മൾ നാമകരണം ചെയ്യുന്നത്. ഇപ്പൊ രണ്ടാമത്തെ കാരണം പറയുകയാണെങ്കിൽ മുസ്ലിം സൊസൈറ്റിയിൽ നടക്കുന്ന വളരെ ശക്തമായ രീതിയിൽ ഈ അടുത്ത കാലത്തായി വന്നിരിക്കുന്ന ഒരു പ്രവണതയാണ് സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. അതായത് ഏതെങ്കിലും ഒരു മഹാന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് വല്ലാത്ത, അതായത് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലൊക്കെ പെട്ടുണ്ടാവും, പ്ലെയിൻ പിടിച്ചിരുത്തുന്ന ആൾക്കാര്, ട്രെയിൻ പിടിച്ചിരുത്തുന്ന ആൾക്കാര്, അങ്ങനെയൊക്കെ സൊസൈറ്റിയില് ആ ഒരു ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന കുറെ പണ്ഡിത സമൂഹങ്ങൾ വരികയും അവരുടെ കൂടെ കുറെ ആളുകൾ കൂടുകയും അങ്ങനെ അവരെ ഒരു സൊസൈറ്റിയെ അവരെ പിന്നോട്ടടിക്കുകയും ചെയ്യുന്ന വലിയൊരു സംഘം പ്രവർത്തിക്കുന്നു. അപ്പൊ അതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. അതാരും പ്രതികരിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും രാഷ്ട്രീയമായിരിക്കും. രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെ പ്രതികരിക്കാത്തത് അത് രാഷ്ട്രീയമായ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഉദാഹരണമായിട്ട് ഒരു പണ്ഡിതൻ പ്രവാചകന്റെ എന്ന് പറയുന്ന ഒരു മുടി കൊണ്ടുവരുന്നു. എന്നിട്ട് ആ മുടി വെള്ളത്തിൽ ഇട്ടിട്ട് അത് കന്നാസിലാക്കി വിൽക്കുന്നു. അപ്പൊ ഞാനൊരു വേറെ പണ്ഡിതനോട് പറഞ്ഞു, അദ്ദേഹം നന്മ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നമ്മള് മൊത്തം വെള്ളം എടുക്കുന്ന ആലുവപ്പുഴയിൽ നിന്നാണ് ഇപ്പൊ നമ്മളോടൊക്കെ വെള്ളം വരുന്നത്. ആ ടാങ്കിൽ കൊണ്ടേ മുക്കിയാൽ മതിയില്ലേ? മുഴുവൻ ആളുകൾക്കും അതിൻ്റെതായ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാവും. അത് ഞാൻ പറയുന്ന അത്തരത്തിന് ആളുകളെ ചൂഷണം ചെയ്യുന്ന വലിയൊരു സംഘം, ഗൂഢസംഘം ഇവിടെ പ്രവർത്തിക്കുന്നു. അപ്പൊ അതിനെതിരെ തോന്നിയിരിക്കണം. അത് ശരിക്കും ഇസ്ലാം അല്ലാതെ ഞാനൊരു മതവിശ്വാസിയാണ്, ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്. പക്ഷെ ഞാൻ പഠിച്ച ഇസ്ലാമിലൊന്നും അതില്ല, അങ്ങനെ സംഭവമില്ല. അപ്പൊ ആ തെറ്റായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എന്തിനെതിരെയും പ്രതികരിക്കാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥ, അതാണ് കലാകാരൻ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മമ്മൂട്ടിയുടെ ഡയലോഗ് ഞാൻ പറയാം. മായാവി രാജമാണിക്യ സിനിമയില് മമ്മൂട്ടി പറയുന്നുണ്ട്, മുള കണ്ടാൽ ഇടപെടും. അപ്പം മുള കണ്ടാൽ ഇടപെടും.